ഈജിപ്തിലെ ലെക്സോറിലുള്ള ഹാറ്റ്ഷെപ്സൂട്ടിൻ്റെ മോർച്ചറി ടെമ്പിളിൽ നിന്നും ഞാൻ പുറത്തേക്ക് നടക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ 3-ാം നിലയിൽ നിന്ന് താഴ്വരയിലെ കാഴ്ചകളിലേക്ക് ഒന്ന് കണ്ണോടിച്ചു. മലകൾക്കിടയിൽ ഒരു വിശാല ചത്വരം പോലെ വിസ്തൃതമായ സമതലം. അവിടെ തകർന്നടിഞ്ഞ പുരാനിർമ്മിതികളുടെ ശേഷിപ്പുകൾ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്ഷ്യർ പടുത്തുയർത്തിയ അത്ഭുത നിർമ്മിതികൾ. ഇവിടെ ഇതൊക്കെ ഉയരുന്ന കാലത്ത് കേരളത്തിലെ ജനജീവിതം എങ്ങനെയായിരിക്കുമെന്ന് മനക്കണ്ണിൽ കാണാൻ ഞാൻ ഒരു ശ്രമം നടത്തി. ഒരു പുൽനാമ്പ് പോലും കിളിർക്കാത്ത മരുഭൂമിയിലാണ് പ്രാചീന മനുഷ്യർ അത്ഭുതാവഹമായ കരവിരുതോടെ ഈ മഹാക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചു വെച്ചതെന്ന് ഓർക്കണം. ഒരു ഭാഗത്ത് മനോഹരമായ ഒരു മന്ദിര സമുച്ചയമുണ്ട്. ഇതിവിടുത്തെ പുരാവസ്തു മ്യൂസിയമാണ്. തകർന്നടിഞ്ഞു പോയ ഒരു ക്ഷേത്രത്തിന്റെ ശിലകൾ പെറുക്കി അടുക്കി വച്ചിരിക്കുകയാണ് ഇവിടെ. ഈ ഓരോ ശിലാഖണ്ഡത്തിലുമുണ്ട് ചിത്രവേലകൾ. 3000 വർഷം മുൻപ് ജീവിച്ച മനുഷ്യരുടെ വിയർപ്പിന്റെയും കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ഒക്കെ തുള്ളികളും ഇതിൽ കണ്ടേക്കാം. പ്രാചീനകാലത്തെ അജ്ഞാത ശില്പികളുടെ കരസ്പർശവും ഉളിച്ചത്തവുമേറ്റ ശിലാപാളികൾ. താഴേക്ക് നടന്നെത്തുമ്പോൾ ഇന്ന് പലയിടത്തും വെച്ച് കണ്ട ജാപ്പനീസ് പെൺകുട്ടികളുടെ സംഘം ഒരിക്കൽ കൂടി മുന്നിലേക്കെത്തുന്നു. മരുഭൂമിയുടെ നരച്ച വഴിയിൽ നിറവും ആഹ്ലാദവും വിതറിക്കൊണ്ട് അവരങ്ങനെ വരികയാണ്. ചുട്ടുപൊള്ളുന്ന വേളിൽ തുള്ളിച്ചാടി നടക്കുന്ന യൗവനം. അവരുടെ വസ്ത്രങ്ങളുടെ വർണ്ണവൈവിധ്യം എൻ്റെ ക്യാമറയ്ക്കൊരു വിരുന്നായി. പെൺകുട്ടികൾ മാത്രമുള്ള ഒരു സംഘം ദേശാടനത്തിനിറങ്ങിയിരിക്കുകയാണ്. ഒരു ബാറ്ററി ട്രോളിയിൽ കയറി ഹാറ്റ്ഷെപ്സൂട്ടിന്റെ ശ്മശാന ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് പാർക്കിംഗ് യാർഡിൽ കാർ കിടക്കുന്നിടത്തേക്ക് യാത്ര തുടങ്ങി. ക്ഷേത്രത്തിന് താഴെ ഒരു റെസ്റ്റോറൻറ്റിൽ കാത്തിരിക്കുകയായിരുന്ന എൻ്റെ ടൂർ ഗൈഡ് അബ്ദുവിനെയും കൂട്ടിയാണ് മടക്കം. നിഗൂഢമായ ഒരു ഭാവത്തോടെ നിലകൊള്ളുകയാണ് പർവ്വതനിരകൾ. ഇതിലുണ്ടാക്കിയ ഗുഹകളിൽ പാർത്താണ് 3000 കൊല്ലം മുൻപത്തെ ശില്പികൾ ഈ പ്രദേശത്ത് ഓരോ ക്ഷേത്രവും കുടീരവുമൊക്കെ പണിതത്. വെസ്റ്റേൺ മൗണ്ടിൻ്റെ താഴ്വാരത്ത് എവിടെയുമുണ്ട് പുരാനിർമ്മിതികൾ. വലിയ കമാനങ്ങളും ആദിമകാലത്തെ ക്ഷേത്രങ്ങളിലേക്കോ ടൂമ്പുകളിലേക്കോ ഉണ്ടായിരുന്ന കവാടങ്ങളുമൊക്കെ പിന്നിട്ടാണ് പോകുന്നത്. ഇക്കാലത്തും ഇവിടെയൊക്കെ ഗവേഷകർ ഇനിയും അനാവൃതമായിട്ടില്ലാത്ത ചരിത്രം ചികഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. പാർക്കിംഗ് യാർഡിന് സമീപമുള്ള ഷോപ്പിംഗ് ഏരിയയിലേക്ക് ട്രോളി എത്തിയിരിക്കുന്നു. ഷോപ്പിംഗ് സെന്ററിനുള്ളിലൂടെ തന്നെ വേണം പുറത്തേക്കിറങ്ങാൻ. മറ്റു വഴികളൊന്നുമില്ല. കടകൾക്കിടയിലൂടെ അബ്ദുവിന് പിന്നാലെ ഞാൻ കാർ പാർക്ക് ചെയ്തിരുന്നിടത്തേക്ക് നടക്കുകയാണ്. എവിടെ നിന്നാണെന്നറിയില്ല. കുറെ സഞ്ചാരികൾ എത്തിക്കഴിഞ്ഞു. അവരെ വലവീശി പിടിക്കാനിറങ്ങിയ കച്ചവടക്കാരുടെ എണ്ണവും കൂടിയിരിക്കുന്നു. വലിയ വിലയാണ് ഇവിടെ സാധനങ്ങൾക്കെല്ലാം. നമ്മുടെ നാട്ടിൽ 300 രൂപ വില വരുന്ന കോട്ടൺ ഷർട്ടിന് ഇവിടെ 2000 രൂപയെങ്കിലും നൽകണം. പക്ഷേ ഇവിടെ കിട്ടുന്ന സുവനീറുകൾ ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. കാരണം ഫറവോമാരുടെ രൂപങ്ങളും പ്രാചീന ഈജിപ്ഷ്യൻ ദൈവങ്ങളുടെ ശില്പങ്ങളുമൊന്നും ഇവിടെ നിന്ന് ലഭിക്കുന്ന പൂർണ്ണതയോടെ മറ്റെവിടെ നിന്നും കിട്ടില്ല. നബീലിന്റെ കാറിൽ യാത്ര തുടരുകയാണ്. ലെക്സോറിൽ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം ഉപജീവനമാർഗമാക്കിയ ആളുകളുടെ ഒരു ഗ്രാമത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അലബാസ്റ്റർ കല്ലുകളിൽ ശില്പങ്ങൾ കൊത്തിയുണ്ടാക്കുന്നവരുടെ ഗ്രാമമാണ്. തിരക്കില്ലാത്ത പാതയിലൂടെ ഒരു കഴുതവണ്ടി പാഞ്ഞു പോകുന്നു. കരകൗശല വസ്തുക്കളുടെ പണിശാലയും ഷോറൂമുമൊക്കെയുള്ള ഒരു കെട്ടിടത്തിനു മുന്നിലാണ് കാർ നിന്നത്. ആ പണിശാലയിലേക്ക് നടന്നു. സാമാന്യം വലിയൊരു കെട്ടിടം. ഒരു ഭാഗത്ത് പരമ്പരാഗത പണിയായുധങ്ങൾ നിരത്തിവെച്ചിരിക്കുന്നു. പുരാതന കാലത്ത് ക്ഷേത്രങ്ങളും പിരമിഡുകളുമൊക്കെ നിർമ്മിക്കാൻ കല്ലിൽ കുഴിയുണ്ടാക്കിയിരുന്നത് എങ്ങനെയാണെന്നാണ് ഇയാൾ കാണിച്ചു തരുന്നത്. വലിയ യന്ത്രസാമഗ്രികളൊന്നുമില്ലാതിരുന്ന കാലത്ത് ഈജിപ്തിലെ മഹാക്ഷേത്രങ്ങൾക്ക് വേണ്ടി കൂറ്റൻ ശിലാഖണ്ഡങ്ങളെ കൂട്ടിയിണക്കിയിരുന്ന സാങ്കേതികവിദ്യ. ഇവിടെ ഒരാൾ പാത്രം കൊത്തിയുണ്ടാക്കാനായി കല്ല് ഒരുക്കുകയാണ്. ആയിരക്കണക്കിന് വർഷം മുൻപ് ഈജിപ്തിലെ ആളുകൾ എങ്ങനെയാണോ പാത്രങ്ങളും മറ്റും കൊത്തിയുണ്ടാക്കിയത്, അതേ സാങ്കേതികവിദ്യ തന്നെയാണ് തങ്ങളും പിന്തുടരുന്നതെന്ന് കാണിക്കാനാണ് ഈ ഡെമോൺസ്ട്രേഷൻ. ശിലയിൽ ചെറുഫലകങ്ങൾ വരെ കൊത്തിയുണ്ടാക്കുന്നുണ്ട്.
ഒരാൾ പലതരം അലബാസ്റ്റർ കല്ലുകളെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി. ഒരു ഫലകത്തിൽ ഇംഗ്ലീഷ് അക്ഷരമാലയ്ക്ക് തുല്യമായ ഹൈറോഗ്ലിഫിക്സ് ലിപി കൊത്തിവെച്ചിരിക്കുന്നു. ഇവിടെ അലബാസ്റ്റർ കല്ലുകൊണ്ടുണ്ടാക്കിയ സാമഗ്രികളുടെ ഒരു ഷോറൂമുണ്ട്. കടയിലെ ഗൈഡ് എന്നെ അവിടേക്ക് നയിച്ചു. അതിവിശാലമായൊരു ഷോറൂമാണ്. തട്ടുകളിലും തറകളിലുമൊക്കെ ശിലയിൽ നിർമ്മിച്ച പ്രാചീന രൂപങ്ങളും പാത്രങ്ങളുമൊക്കെ നിരത്തിവെച്ചിരിക്കുന്നു. ഞാൻ ഒരാൾ മാത്രമേ ഇന്നിവിടെ സന്ദർശകനായുള്ളൂവെന്ന് തോന്നി. യാത്രകളിൽ ഇത്തരം വസ്തുക്കളൊന്നും വാങ്ങാത്തയാളാണ് ഞാനെന്നത് ഈ കടക്കാർക്ക് അറിയുകയുമില്ലല്ലോ. വിവിധ നിറത്തിലുള്ള കല്ലുകളിൽ കുറേയേറെ ശില്പങ്ങൾ. നല്ല വിലയാണ് ഓരോന്നിനും. പക്ഷേ പ്രാചീനമായൊരു സൗന്ദര്യം ഇവയ്ക്കെല്ലാം ഉണ്ടെന്നത് പറയാതെ വയ്യ. 2-3 ലക്ഷം രൂപയുമായി ചെന്നാൽ ഒരു പെട്ടി നിറയെ ഇത്തരം വസ്തുക്കൾ വാങ്ങി മടങ്ങാം. മമ്മികളും ഈജിപ്ഷ്യൻ ദേവതമാരുമൊക്കെ പഴക്കം തോന്നുന്ന വിധത്തിലാണ് പണിതുവച്ചിരിക്കുന്നത്. രാജാക്കന്മാരുടെ താഴ്വരയിലെ ഏതോ കുടീരത്തിൽ നിന്നും കണ്ടെടുത്ത പുരാവസ്തുക്കളാണിവയെന്ന് തോന്നിപ്പോകുന്നു. വലിയ ശിലാഫലകങ്ങളിൽ പ്രാചീനമായ ഈജിപ്ഷ്യൻ ചിത്രങ്ങൾ പുനരവതരിച്ചിരിക്കുന്നു. പണ്ട് ക്ഷേത്ര ചുവരുകളിലും പിരമിഡുകൾക്കുള്ളിലെ ചേംബറുകളിലും കുടീരങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്ന പരമ്പരാഗത ഈജിപ്ഷ്യൻ ചിത്രങ്ങളുടെ തനിപ്പകർപ്പുകൾ. ഈജിപ്ഷ്യൻ ദൈവങ്ങളും ഫറവോമാരും രാജ്ഞിമാരും ഹൈറോഗ്ലിഫിക്സ് ലിഖിതങ്ങളുമെല്ലാം ഇതിലുണ്ട്. ഈ ഭരണികളൊക്കെ 3000 വർഷം മുൻപത്തെ ശൈലിയിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നവയാണ്. ഫറവോമാരുടെ ശില്പങ്ങൾ. ആഘോഷവേളകളിൽ ഫറവോമാർ ഉപയോഗിച്ചിരുന്ന മുഖം മൂടികൾ. അതൊക്കെ ഇന്നിവിടെ സുവനീറുകളായി പുനരവതരിച്ചിരിക്കുന്നു. വിസ്തൃതമായ ഷോറൂമിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് ഞാൻ നടന്നു. ഇദ്ദേഹമാണ് കടയുടമ. നീണ്ട ഒരു പേരാണ് ആളുടേത്. അത് പറഞ്ഞു തന്ന ശേഷം അലി എന്ന് വിളിക്കാമെന്നും നിർദ്ദേശിച്ചു. ടൂറിസം രംഗം തകരാറിലായതോടെ തൻ്റെ കച്ചവടം പ്രതിസന്ധിയിലായതിനെപ്പറ്റി തമാശയായാണ് അലി വിവരിക്കുന്നത്. അതൊരു കറുത്ത തമാശയാണെന്ന് എനിക്ക് തോന്നി. ദിവസം മുഴുവനും ഈ ഷോറൂമിൽ സഞ്ചാരികൾ നിറഞ്ഞിരുന്ന ദിനങ്ങൾ അലിയുടെ ഓർമ്മയിലുണ്ട്. നൽകിയ തണുത്ത വെള്ളത്തിനും AC-യിൽ അല്പനേരം ഇരിക്കാൻ നൽകിയ സൗകര്യത്തിനും നന്ദി പറഞ്ഞ് അബ്ദുവിനൊപ്പം എണീറ്റു. അലി എനിക്കെല്ലാ ആശംസകളും നേരുന്നുണ്ട്. ഇവിടെ നിന്നും ഒന്നും വാങ്ങാനാവാത്തതിൻ്റെ വൈഷമ്യം ഞാൻ മറച്ചില്ല. അതൊന്നും കാര്യമാക്കേണ്ടെന്നും എല്ലാവരെയും ഉപഭോക്താക്കളായല്ല താൻ കാണുന്നതെന്നും ആശ്വസിപ്പിച്ചാണ് അലി പുറത്തേക്ക് നയിക്കുന്നത്. കടയുടെ മുന്നിലെ പൗലിനിൽ കുറച്ച് ആളുകളൊക്കെയുണ്ട്. മരുഭൂമിയിൽ നിന്ന് ശേഖരിച്ച അലബാസ്റ്റർ കല്ല് ഫാക്ടറിയിൽ ഇറക്കി മടങ്ങാൻ ഒരുങ്ങുന്നു ഒരു കഴുതവണ്ടി. ദൈന്യതയാർന്ന ഒരു നൂബിയൻ മനുഷ്യൻ. അയാളുടെ കഴുതയും കച്ചവടമില്ലാത്തതിൻ്റെ വിഷമത്തിലാണെന്ന് തോന്നി. ഫാക്ടറി പിന്നിട്ട് മരുഭൂമിയുടെ വെയിൽ തിളയ്ക്കുന്ന വഴിയിലൂടെ വീണ്ടും യാത്ര. ഈ മലഞ്ചെരുവുകൾ മുഴുവൻ പുരാതനമായ കുടീരങ്ങളെ ഉള്ളിലൊതുക്കി നിൽക്കുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സർവ്വപ്രതാപത്തോടെ ഈജിപ്തിൽ നടന്നിരുന്ന ഫറവോമാരുടെയും രാജ്ഞിമാരുടെയും പ്രഭുക്കന്മാരുടെയും കുടീരങ്ങൾ. ഇവിടെയൊക്കെ ഇപ്പോഴും ഉത്ഖനന പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട്. അത്തരമൊരു പ്രദേശത്തേക്കാണ് നബീൽ കാർ വിടുന്നത്. ടൂംസ് ഓഫ് ദി നോബിൾസ് എന്നറിയപ്പെടുന്ന ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത്. മലനിരകളിൽ ഒട്ടേറെ ഗുഹാകവാടങ്ങൾ. കൂറ്റൻ മലയുടെ മുകൾ ഭാഗം വരെയുണ്ടത്. 100 കണക്കിന് ശവകുടീരങ്ങളാണ് ഗവേഷകർ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. ഫറവോമാരുടെ കാലത്തെ പുരോഹിതർ, വെളിച്ചപ്പാടുകൾ, ഉയർന്ന ഉദ്യോഗസ്ഥർ, സൈനിക മേധാവികൾ എന്നിവരെയൊക്കെ സംസ്കരിച്ചിരുന്നത് ഈ ഗിരിപാർശ്വങ്ങളിലാണ്. പഴയകാലത്ത് മലയുടെ താഴ്വാരത്ത് ഇവിടെ ക്ഷേത്രങ്ങളും മറ്റുമുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ശേഷിപ്പുകൾ ഇവിടെ കാണാം. പിരമിഡുകൾ പോലുള്ള ചില നിർമ്മിതികളും. ടൂംസ് ഓഫ് ദി നോബിൾസിലെ ഓരോ ചേംബറും അനുപമമായ ചിത്രപ്പണികൾ കൊണ്ട് അലങ്കൃതമായിരുന്നു. തകർന്നടിഞ്ഞു പോയിരുന്ന പുരാനിർമ്മിതികളിൽ നിന്ന് ശേഖരിച്ച ചുടുകട്ടകളും കല്ലുകളുമൊക്കെ താഴ്വാരത്ത് അടുക്കി വച്ചിരിക്കുന്നു. വീണ്ടും നീങ്ങുമ്പോൾ അകലെ ഒരു ക്ഷേത്രത്തിന് ശേഷിപ്പുകൾ കാണാം. രാംസ്യം ടെമ്പിളാണത്. BC 1279 മുതലുള്ള 66 വർഷക്കാലം ഈജിപ്ത് ഭരിച്ച ഫറവോ റാംസസ് രണ്ടാമൻ നിർമ്മിച്ച ക്ഷേത്രം.
ഒരു ഭൂകമ്പത്തിൽ തകർന്ന ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടമാണ് ഇന്ന് മുഖ്യമായും അവശേഷിക്കുന്നത്. ക്ഷേത്രം പിന്നിട്ട് നീങ്ങുമ്പോൾ മലനിരകളിലെല്ലാം കാണുന്നത് കുടീരമുഖങ്ങളാണ്. അവിടെയൊക്കെ ഇപ്പോഴും ഉത്ഖനനവും ഗവേഷണ പ്രവർത്തനങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. ആർക്കിയോളജിസ്റ്റുകൾ തങ്ങളുടെ ജോലിയിലേർപ്പെടുന്ന ചില കുടീരങ്ങളിൽ സന്ദർശകർക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. 18-ാം നൂറ്റാണ്ടിലൊക്കെ ഇവിടെ പലയിടത്തും ആളുകൾ കുടിയേറി വീടുകൾ ഉണ്ടാക്കിയിരുന്നു. അവരെയൊക്കെ ഒഴിപ്പിച്ചും പുതുതായി നിർമ്മിച്ച വീടുകൾ പൊളിച്ചുമാറ്റിയുമാണ് ഈ മേഖല പുരാവസ്തു പ്രദേശമായി നിലനിർത്തിയിരിക്കുന്നത്. ഇക്കാണുന്നതൊക്കെയാണ് പുതിയ കാലത്തെ വീടുകളുടെ അവശിഷ്ടങ്ങൾ. പുരാവസ്തു ഗവേഷകരും ഉത്ഖനന തൊഴിലാളികളുമൊക്കെ അവിടെയുണ്ട്. 200 വർഷത്തിലേറെയായി തുടരുന്ന ഗവേഷണങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്നോർക്കണം. ഓരോ ഘട്ടവും പൂർത്തിയാകുമ്പോൾ മാനവചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന വിലപ്പെട്ട തെളിവുകളാണ് ഇവിടെ നിന്നും ഗവേഷകർ പുറത്തുവിടുന്നത്. അത് ഈജിപ്ഷ്യൻ നാഗരികതയുടേത് മാത്രമല്ല, ലോക നാഗരികതയുടെ തന്നെ ചരിത്രത്തെ അനാവൃതമാക്കുന്നു. കുടീരങ്ങളിൽ നിന്ന് വിലപ്പെട്ട പല വസ്തുക്കളും ഇപ്പോഴും കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ചില പുതിയ കെട്ടിടങ്ങൾ കാണാം. മലനിരകളിൽ ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ താമസ കേന്ദ്രങ്ങളാണിത്. നബീൽ നല്ല വേഗത്തിൽ കാർ വിടുകയാണ്. നൈലിന്റെ തീരത്തോട് കൂടുതൽ അടുക്കുകയാണെന്ന സൂചന നൽകിക്കൊണ്ട് സസ്യജാലങ്ങൾ കണ്ടു തുടങ്ങുകയായി. സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിലും. ഈജിപ്ത്, ചൈന, ജോർദാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. വൈവിധ്യമാർന്ന സംസ്കാരം പുലരുന്ന 4 രാജ്യങ്ങൾ. ഈ നാടുകളിലൂടെയുള്ള ദീർഘവും വിശദവുമായ സഞ്ചാരം 20 DVD-കളിൽ. ഇതാ പുറത്തിറങ്ങിയിരിക്കുന്നു സഞ്ചാരം DVD-കളുടെ 8ാം വോളിയം. ഈജിപ്ത്, നൈൽ നദീതടത്തിലെ പുരാതന സാംസ്കാരിക ഭൂമിക. ചരിത്രപ്രസിദ്ധമായ അസ്വാൻ, ഫിലെ ക്ഷേത്രം, അബു സിംബൽ, ലെക്സോർ, വാലി ഓഫ് ദ കിങ്സ്, കർണാക് ക്ഷേത്രം, ഗിസയിലെ പിരമിഡുകൾ, സ്പിങ്സ്, സലാദിൻ സിറ്റാഡൽ, കെയ്റോ ടവർ തുടങ്ങി നിരവധിയായ കാഴ്ചകൾ. ചൈന, ഹോങ്കോങ്ങിലെ കവ്ലൂൺ ഹാർബർ, വിക്ടോറിയ പീക്ക്, ഹാപ്പി വാലി, സ്റ്റാൻലി മാർക്കറ്റ് തുടങ്ങി ഒട്ടേറെ സ്ഥലങ്ങൾ. ബീജിംഗിലെ മിങ് ടൂംസ്, ഗ്രേറ്റ് വാൾ, ടിയാനൻമെൻ സ്ക്വയർ, ഫോർബിഡൻ സിറ്റി, ടെമ്പിൾ ഓഫ് ഹെവൻ, സമ പാലസ്, ഷോപ്പിംഗ് സ്ട്രീറ്റ്, ഫുഡ് സ്ട്രീറ്റ് എന്നിങ്ങനെ നിരവധി കാഴ്ചകൾ. മക്കാവുവിലെ കാസിനോകൾ, നൈറ്റ് ലൈഫ്, മക്കാവു കോട്ട, ആമാ ക്ഷേത്രം, മക്കാവു ടവർ, റെഡ് മാർക്കറ്റ്, സെനാഡോ സ്ക്വയർ തുടങ്ങി വൈവിധ്യമാർന്ന പ്രദേശങ്ങൾ. ജോർദാൻ, അമ്മാൻ സിറ്റി, അമ്മാൻ സിറ്റാഡൽ, റോമൻ ആംഫി തിയേറ്റർ, അൽ ഖറാഖ്, ഖറാഖ് കാസിൽ, പെട്ര, ലിറ്റിൽ പെട്ര. ജോർദാൻ മരുഭൂമി, വാദി മൂസ, റോയൽ ടൂംസ്, വാദി റം, റെഡ് സീ, അക്ബ കാസിൽ, ചാവുകടൽ തുടങ്ങി വൈവിധ്യമാർന്ന കാഴ്ചകൾ. USA, മൊഹാവി മരുഭൂമി, ലോസ് ആഞ്ചലസ്, ഹോളിവുഡ്, ന്യൂയോർക്കിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്, ടൈംസ് സ്ക്വയർ, 9/11 മോണുമെന്റ്, ബ്രുക്ലിൻ ബ്രിഡ്ജ്, വാൾ സ്ട്രീറ്റ്, ചൈന ടൗൺ, വാഷിംഗ്ടണിലെ ലിങ്കൻ മോണുമെന്റ്, വൈറ്റ് ഹൗസ്, മാഡം തുസാഡ്സ് മ്യൂസിയം, ക്യാപിറ്റോൾ ബിൽഡിംഗ്, എയർ ആൻഡ് സ്പേസ് മ്യൂസിയം തുടങ്ങി ഒട്ടേറെ കാഴ്ചകൾ. സഞ്ചാരം DVD-കൾ 8ാം വോളിയം. ലോക കാഴ്ചകളുടെ ഈ അപൂർവ ശേഖരം സ്വന്തമാക്കാൻ 99954442 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു. സഞ്ചാരം, ലോകമിപ്പോൾ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ. കാർ മറ്റൊരു പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തുമ്പോൾ മുന്നിൽ 2 കൂറ്റൻ പ്രതിമകൾ കാണാം. എത്തിയിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് അബ്ദു കാറിൽ ഇരുന്ന് തന്നെ ഒരു വിവരണം തന്നു. കൊളോസി ഓഫ് മെംനോൺ എന്നറിയപ്പെടുന്ന പുരാനിർമ്മിതിയാണത്. 6 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ 2 പ്രതിമകൾ. അമൻഹോട്ടപ്പ് 3-ാമൻ ഫറവോയുടെ ശില്പങ്ങളാണത്. ഇവിടെയാണ് ഇന്ന് ഏറ്റവും അധികം ടൂറിസ്റ്റുകളെ ഞാൻ ഒരുമിച്ച് കാണുന്നത്. പല ബസ്സുകളിലായി കുറെ പാശ്ചാത്യ ടൂറിസ്റ്റുകൾ വന്നിറങ്ങിയിരിക്കുന്നു. അതോടെ പ്രദേശമാകെ സജീവമായി. കച്ചവടക്കാർ കൂട്ടത്തോടെ സഞ്ചാരികളെ പൊതിഞ്ഞിരിക്കുന്നു. സായിപ്പുമാർ എത്തുന്നതോടെയാണ് ഇത്തരം കേന്ദ്രങ്ങളൊക്കെ സജീവമാവുകയെന്ന് എനിക്ക് തോന്നി. 3400 വർഷങ്ങളായി ഇതേ ഇരിപ്പ് തുടരുകയാണ് അമൻഹോട്ടപ്പ് 3-ാമന്റെ ശിലാപ്രതിമകൾ. കൈകൾ കാൽമുട്ടുകളിൽ പതിച്ചുവെച്ച് നൈലിനെ നോക്കിയിരിക്കും വിധമാണ് പ്രതിമകളുടെ നില.
അമൻഹോട്ടപ്പിന്റെ ശ്മശാന ക്ഷേത്രത്തിന്റെ കവാടം കാവൽക്കാരെന്ന നിലയിലാണ് BC 1350 ഈ പ്രതിമകൾ ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. BC 27 ഒരു വലിയ ഭൂകമ്പത്തിൽ പ്രതിമയുടെ പല ഭാഗങ്ങളും അടർന്നു വീണിരിക്കുന്നു. എങ്കിലും അമൻഹോട്ടപ്പിന്റെ പൗരാണിക പ്രൗഢി കാലത്തിന് പറഞ്ഞുകൊടുക്കാനെന്നവണ്ണം തലയെടുപ്പോടെ നിൽക്കുകയാണ് പ്രതിമകൾ. പ്രതിമ നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം ഇപ്പോൾ കൃഷിയിടങ്ങളാണ്. അമൻഹോട്ടപ്പ് മൂന്നാമന്റെ ശ്മശാന ക്ഷേത്രം എന്നോ തകർന്നടിഞ്ഞു പോയിരിക്കുന്നു. ഈജിപ്തിനെ അധീനപ്പെടുത്തിയ ഗ്രീക്കുകാരാണ് ഈ പ്രതിമകൾക്ക് മെംനോൺ എന്ന പേരു നൽകിയത്. യവനേതിഹാസങ്ങളിൽ അമരത്വം സിദ്ധിച്ച ദേവനാണ് മെംനോൺ. കൂറ്റൻ ശിലാഖണ്ഡങ്ങൾ അടുക്കിയാണ് പ്രതിമകൾ നിർമ്മിച്ചിരിക്കുന്നത്. 60 അടിയാണ് ഓരോ പ്രതിമയുടെയും ഉയരം. കൗതുകകരമായ ഒരു ചരിത്രമാണ് ഇവയുടേത്. കെയ്റോയ്ക്ക് സമീപമുള്ള ഇന്നത്തെ എൽ ഗബൽ എൽ അഹ്മർ എന്ന സ്ഥലത്തുനിന്നും കൊണ്ടുവന്ന കല്ലുകളാണ് ഇതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. 675 കിലോമീറ്റർ താണ്ടി കരമാർഗമാണ് ശിലകൾ എത്തിയത്. ഓരോ പ്രതിമയ്ക്കും വേണ്ടി 720 ടൺ കല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അറിയണം. ടൂറിസ്റ്റുകളിൽ ചിലർ വെറും കാഴ്ചക്കാരാണ്. മറ്റു ചിലരാവട്ടെ കാഴ്ച എന്നെപ്പോലെ വിശദമായി ക്യാമറയിലാക്കുന്നുമുണ്ട്. മിക്ക സഞ്ചാരികളെയും കച്ചവടക്കാർ വളഞ്ഞിട്ടുണ്ട്. അലബാസ്റ്റർ ശില്പങ്ങളുടെ ഗുണങ്ങൾ വർണ്ണിച്ചുകൊണ്ട് സന്ദർശകരെ വിടാതെ പിന്തുടരുന്നു ചിലർ. ചെറിയ കുട്ടികൾ വരെയുണ്ട് കച്ചവടക്കാരായി. വർത്തമാനകാല ഈജിപ്തിന്റെ ദൈന്യത അവർ കച്ചവടത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയാണെന്ന് തോന്നും. കുറേ നേരം ശ്രദ്ധിച്ചെങ്കിലും ഒരു സായിപ്പ് പോലും ഇവിടെ നിന്നും എന്തെങ്കിലും വാങ്ങുന്നത് ഞാൻ കാണുന്നില്ല. പാർക്കിംഗ് ഗ്രൗണ്ടിലും പ്രതിമകളുടെ മുന്നിലുമൊക്കെ ധാരാളം സഞ്ചാരികളുണ്ട്. കൊളോസി ഓഫ് മെംനോണിന്റെ സമീപത്തുനിന്നും ഞങ്ങൾ യാത്ര തുടരുകയാണ്. നൈൽ ഡെൽറ്റയിലെ ഫലഭൂയിഷ്ടമായ കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെ കാർ ഓടിക്കൊണ്ടിരുന്നു. നൂറ്റാണ്ടുകളായി എക്കൽ അടിഞ്ഞ് കറുത്തുകിടക്കുന്ന കൃഷിഭൂമി. പാതയിൽ വെയിൽ കത്തിയിറങ്ങുകയാണ്. നൈലിന്റെ സാമീപ്യം ഈ പ്രദേശത്തിനാകെ ഹരിതാഭ സമ്മാനിക്കുന്നു. നൈൽ തടത്തിലെ കാർഷിക ഗ്രാമങ്ങളുടെ രൂപം ഇതാണ്. പാതയോരങ്ങളിൽ കർഷക ഭവനങ്ങൾ, പാതയ്ക്ക് സമാന്തരമായി പോകുന്ന ചെറു കനാലുകൾ, ഇടയ്ക്കിടെ എക്കൽ കയറ്റിപ്പോകുന്ന ട്രാക്ടറുകൾ കൺമുന്നിലെത്തുന്നു. നൈലിന്റെ തീരത്തു നിന്നെടുക്കുന്ന കറുത്ത മണ്ണ് മരുഭൂമിയിലെ മണലിന് മീതെ വിരിച്ച് അവിടെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ മെയിൻ റോഡിൽ നിന്നും ചെറിയ ഗ്രാമങ്ങളിലേക്കുള്ള പാതകൾ, കുലച്ചു നിൽക്കുന്ന ഈന്തപ്പനകൾ, പനകളുടെ തണൽ പറ്റി കർഷകരുടെ വീടുകൾ, ചുടുകട്ട പടുത്തുണ്ടാക്കിയ സൗന്ദര്യമില്ലാത്ത പാർപ്പിടങ്ങളാണ്. അവയുടെ മുന്നിലൂടെ പോകുന്ന ഒരു കഴുതവണ്ടി. കൃഷിയിടങ്ങളിലേക്ക് വിത്തും വളവും കൊണ്ടുപോകുന്നതിനും ധാന്യങ്ങൾ വീട്ടിലെത്തിക്കുന്നതിനുമൊക്കെ കഴുതവണ്ടികളാണ് ഇവിടുത്തെ കർഷകർ ഉപയോഗിക്കുന്നത്. നൈലിൽ നിന്ന് വെട്ടിയുണ്ടാക്കിയ കനാലുകൾ കാർഷിക ഗ്രാമങ്ങളിലൂടെ നീണ്ടുപോകുന്നു. എക്കൽ കയറ്റിയ ട്രാക്ടറുകൾ ഗ്രാമത്തിലെ സ്ഥിരം കാഴ്ച. മരുക്കുന്നുകളുടെ ഗുഹകളിൽ നിന്നിറങ്ങി വരുന്ന ചരിത്രാതീത കാലത്തെ വിചിത്ര ജീവികളെ പോലുണ്ട് ഇവ. മണ്ണിറക്കിയ ട്രാക്ടറുകൾ അടുത്ത ലോഡ് കയറ്റുന്നതിനായി വാശിയോടെ പായുന്നു. കാർഷിക ഗ്രാമങ്ങളിലൂടെ ലെക്സോർ പട്ടണത്തിലേക്കാണ് മടങ്ങുന്നത്. വിശാലമായ കൃഷിയിടങ്ങൾ. വർഷത്തിൽ 2 കാലങ്ങളിലാണ് നൈൽ തടത്തിലെ കർഷകർ വിളവിറക്കുന്നത്. വേനൽക്കാലത്തും ശീതകാലത്തും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കൃഷികൾ മാറി മാറി ഇറക്കുന്നു. ലെക്സോർ പാലത്തിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. താഴെ നൈൽ. ആ മഹാനദിയെ വിശദമായി കാണുന്നതിനായി ഞാൻ കാർ നിർത്തി പാലത്തിലേക്ക് ഇറങ്ങി നിന്നു. വലിയൊരു കായൽ പോലെ പരന്നു കിടക്കുകയാണ് ചരിത്രവാഹിനിയായ നൈൽ, ലോകത്തെ ഏറ്റവും വലിയ നദി. നദിയിൽ ക്രൂസ് ഷിപ്പുകൾ കിടക്കുന്നു. ടാൻസാനിയയിൽ നിന്ന് തുടങ്ങി ഈജിപ്റ്റ് വരെ 6853 കിലോമീറ്റർ ഒഴുകുമ്പോൾ തൻ്റെ തീരങ്ങളിലെ 11 രാജ്യങ്ങളെയാണ് ഈ നദി തഴുകി വളർത്തുന്നത്. അത്ഭുതകരമായ ഒരറിവും അനുഭവവുമാണ് നൈൽ. ഒരു സ്റ്റാർ ഹോട്ടൽ എന്നോണം താമസിച്ച് യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് ഈ കപ്പലുകൾ സഞ്ചാരികൾക്കൊരുക്കുന്നത്.
ടൂറിസം മന്ദീഭവിച്ചതോടെ നൈൽ ക്രൂസ് നടത്തിയിരുന്ന വലിയൊരു ശതമാനം കപ്പലുകളും ഇപ്പോൾ വിശ്രമത്തിലാണ്. 5 സ്റ്റാർ ക്രൂസ് ഷിപ്പുകൾ പലതും ഇപ്പോൾ പ്രതിസന്ധിയിലുമാണ്. 500 പേർക്ക് വരെ താമസിച്ച് യാത്ര ചെയ്യാവുന്ന ക്രൂസ് ഷിപ്പുകൾ നൈലിലുണ്ട്. ഈജിപ്തിന് പുറത്തുള്ള വൻകിട കമ്പനികളും ഇവിടെ ലക്ഷറി ക്രൂസ് ഷിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അസ്വാനും ലെക്സോറിനുമിടയിൽ 3 ദിവസം നീളുന്ന യാത്രക്കിടയിൽ പകൽ നേരങ്ങളിൽ ചരിത്ര സ്ഥലങ്ങളിലൂടെയൊക്കെ ഗൈഡഡ് ടൂറിനുള്ള സൗകര്യവും അവർ നൽകുന്നു. രാത്രിയിൽ കപ്പലിൽ ഈജിപ്തിന്റെ തനതു കലാപരിപാടികളുടെ അവതരണവുമുണ്ടാവും. ലെക്സോറിലേക്ക് എത്തുന്ന ക്രൂസ് ഷിപ്പുകളുടെ ഒരു പ്രധാന വാർഫ് ഇതാണ്. നദിയുടെ മറുകരയിൽ ഒരു ഗ്രാമം കാണാം. ഒരു ചെറു ഗ്രാമം. അവിടുത്തെ മോസ്കിന്റെ മിനാരങ്ങൾ വാനിൽ ഉയർന്നു നിൽക്കുന്നു. മണ്ണിന്റെ നിറമുള്ള കെട്ടിടങ്ങൾ. ഇത്തരം ആയിരക്കണക്കിന് ഗ്രാമങ്ങളെ തഴുകിക്കൊണ്ടാണ് ജീവദായിനിയായ നൈൽ ഒഴുകുന്നത്. മതിവരാത്ത ഒരു കാഴ്ച തന്നെയാണ് ഈ മഹാനദി. പാലത്തിൽ നിന്നും യാത്ര തുടരുകയാണ്. 1998 പണിത പാലം. നബീൽ നല്ല ഉന്മേഷത്തിലാണ്. കാർ ലെക്സോറിന്റെ പ്രാന്തഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. നൈലിന്റെ കിഴക്കേ ഭാഗത്തെ പട്ടണമാണ് ലെക്സോർ. ഇത്ര നേരം എന്റെ യാത്ര പടിഞ്ഞാറൻ തീരത്തുകൂടിയായിരുന്നു. ലെക്സോറിൽ നൈലിന്റെ വെസ്റ്റ് ബാങ്ക് പുരാതന കുടീരങ്ങളുടെ ഭൂമികയാണെങ്കിൽ ഈസ്റ്റ് ബാങ്ക് പുരാക്ഷേത്രങ്ങളുടെ ഭാഗമാണ്. BC 1400 നിർമ്മിച്ച ലെക്സോർ ടെമ്പിൾ കോംപ്ലക്സ് ആണ് അതിൽ പ്രധാനം. പിന്നെ മറ്റൊരു പുരാത്ഭുതമായ കർണാക്ഷേത്രം. ഈജിപ്തിന്റെ ചരിത്രം വിവരിക്കുന്ന നിരവധി മ്യൂസിയങ്ങളുമുണ്ട് ഈസ്റ്റ് ബാങ്കിൽ. ലെക്സോറിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് ഞാൻ സഞ്ചാരം തുടരുകയാണ്.